രണ്ട് സ്ഥലങ്ങളെ പറ്റി പരാമർശിക്കേണ്ടിയിരിക്കുന്നു. അതിലൊന്ന് മൃദംഗ ശൈലേശ്വരി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ്. മുഴക്കുന്ന് എന്നാണ് ആ കുന്നിന്റെ പേര്. അതിന്റെ മുകളിലാണ് ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. ഈ ക്ഷേത്രം ദൂരെ നിന്ന് നോക്കിയാൽ ഒരു മൃദംഗത്തിന്റെ ഷേപ്പിലാണ് ആ കുന്ന് ഉള്ളത്. തന്നെയുമല്ല, സംഗീതത്തിന്റെ ദേവതയാണ് അവിടുത്തെ പരദേവത. അപ്പൊ മൃദംഗ ശൈലേശ്വരി എന്ന് പറഞ്ഞാൽ സംഗീതത്തിന്റെ ദേവതയായിട്ടുള്ള ഒരു ഇതാണ്. മുഴക്കുന്ന് എന്ന സ്ഥലത്തിന് കേൾക്കുന്ന തന്നെ ദേവതയുടെ സംഗീതം കൊണ്ട് മുഴങ്ങിയിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഈ മുഴക്കുന്ന ക്ഷേത്രം. പക്ഷേ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിനൊരു പ്രത്യേകത. ആ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രതിഷ്ഠ അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ സ്റ്റാച്യു ഒരു പഞ്ചലോക വിഗ്രഹമാണ്. ആ പഞ്ചലോക വിഗ്രഹത്തിന് ഒരു 1.5 കോടി രൂപ വില വരും. പക്ഷെ അവിടെ ഗാർഡുകളൊന്നുമില്ല. ഈ ക്ഷേത്രം അസാധ്യ കാര്യങ്ങളുടെ ഒരു ക്ഷേത്രമാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും നടക്കും എന്നാണ് അവിടുത്തെ വിശ്വാസം. അത് ചില സമയത്തെങ്കിലും വളരെ ശരിയാണ് എന്ന് എനിക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ ഈ കത്തോലിക്ക സഭയിൽ സെന്റ് ജൂഡ് എന്നൊരു വിശ്വാസമുണ്ട്. സെന്റ് ജൂഡിനെ പ്രാർത്ഥിച്ചാൽ ഏത് ഇമ്പോസിബിളായ കാര്യവും നടക്കും എന്നാണ് കത്തോലിക്കർ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇമ്പോസിബിൾസിന്റെ ഒരു ക്ഷേത്രമാണ് ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. അവിടെ ഒരു ഗാർഡ് ഇടണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നാട്ടുകാരും അമ്പലാധികാരികളും അത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തലശ്ശേരി ASP ആയിരിക്കുമ്പോൾ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹം മോഷണം പോയി. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പാലക്കാട് റോഡിലെ ഒരു റോഡ് സൈഡ് ഈ 65 ലക്ഷം രൂപയുടെ വിഗ്രഹം കൊണ്ട് വെച്ചിട്ട് അവിടെ ഒരു നോട്ട് എഴുതി വെച്ചിരുന്നു. ഇത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹമാണ്. ഞങ്ങൾക്ക് ഈ വിഗ്രഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇത് തിരിച്ചവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം എന്ന് കള്ളന്മാരൊരു നോട്ട് എഴുതി റോഡ് സൈഡിൽ വെച്ചിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ പോലീസ് അവിടെ പോയി ആ വിഗ്രഹം റിക്കവർ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. ഒരു 3-4 വർഷം കഴിഞ്ഞ് ഞാൻ കണ്ണൂർ SP ആയി വന്നപ്പോൾ വീണ്ടും ഈ വിഗ്രഹം മോഷണം പോയി. പക്ഷെ ഇത്തവണ ഒരു 300 മീറ്റർ വരെ വിഗ്രഹം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവിടെ വിഗ്രഹം വെച്ചു. ഈ മോഷണം നടക്കുന്ന 2 സമയത്തും കള്ളന്മാരെ മലമൂത്ര വിസർജനം ചെയ്യുന്നതിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. അപ്പൊ വിഗ്രഹം മോഷണം പോയി രാവിലെ കണ്ടു. കുറച്ച് കഴിഞ്ഞിട്ട് ഈ 300 വാര അകലെ എന്ന വിഗ്രഹം കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. 3ാമത് ഞാൻ DIG ആയി വന്നപ്പോൾ വീണ്ടും വിഗ്രഹം മോഷണം പോയി. ഇത്തവണ ആ വിഗ്രഹം വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള ഒരു ഹോട്ടലിൽ വരെ കൊണ്ടുപോയി, ഒരു ലോഡ്ജ് വരെ കൊണ്ടുപോയി. എന്നിട്ട് അവരവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, ഞങ്ങളിങ്ങനെ വിഗ്രഹം മോഷിച്ച് ഇവിടം വരെ കൊണ്ടുവന്നു, ഞങ്ങൾക്കിത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഞങ്ങൾ സ്ഥലം വിടുകയാണ്, തിരിച്ചത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം. അങ്ങനെ കണ്ണൂരിൽ നിന്ന് പോലീസ് പോയി വയനാട്ടിൽ നിന്ന് ആ വിഗ്രഹം റിക്കവർ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. ഈ 3 തവണയും മോഷ്ടിച്ച ഗാങ്ങിനെ കുറച്ചു കാലം കഴിഞ്ഞ് പോലീസിന് പിടികിട്ടിയപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു. ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹം എടുത്തു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ലക്ഷണം ഈ ദിക്കുകളെ പറ്റിയുള്ള അറിവ് നഷ്ടപ്പെടും. വടക്കേതാണ്, തെക്കേതാണ്, കിഴക്കേതാണ്, പടിഞ്ഞാറാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവർ ഈ ദിക്കറിയാതെ ഇവർ കുഴങ്ങി പോവാണ്. തന്നെയുമല്ല, അവരുടെ ബവൽസിന്റെ കൺട്രോളൊക്കെ നഷ്ടപ്പെടുകയാണ്. മലമൂത്ര വിസർജനം ചെയ്യാനുള്ള സ്പിഞ്ചസിന്റെ കൺട്രോൾ അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ അവരറിയാതെ മലമൂത്രവും പുറത്തു പോകും. അങ്ങനെയാണ് ഇവർക്ക് 3 കൊണ്ടുപോകാൻ ഒക്കാതെ ആയത് എന്നാണ്. അപ്പൊ ഈ ഭഗവതിയുടെ കൺട്രോള് ശക്തി വളരെ ഭയങ്കരമായ ശക്തിയാണ്. അപ്പൊ ഞാൻ എന്റെ പൂജാരിമാരോട് ചോദിച്ചു, എന്താണ് ഈ ശക്തിയുടെ ഉറവിടം എന്ന്. അവർ പറഞ്ഞു, ഇതിനെ പ്രതിഷ്ഠിക്കുന്ന കർമ്മം സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ ആ പ്രതിഷ്ഠിക്കുന്ന കർമ്മത്തെ പറ്റി എനിക്ക് പറഞ്ഞു തന്നു. 42 തരത്തിലുള്ള പൂജകൾ ചെയ്ത് 7 ദിവസത്തെ ഒരു പ്രക്രിയയിലാണ് ഈ വിഗ്രഹം അങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നത്. ആ വിഗ്രഹം പ്ലേസ് ചെയ്യുന്ന 7 ദിവസത്തെ പൂജയുടെ പ്രത്യേകത കൊണ്ടാണ് അതിന്റെ പവർ ഈ ഒരു മോഷ്ടാവിനും കൊണ്ടുപോകാൻ ഒക്കാതെ ആയത് എന്നാണ് ആ പൂജാരിമാരുടെ അഭിപ്രായം. ഇമ്പോസിബിളായ കാര്യങ്ങൾക്ക് വേണ്ടി ആരൊക്കെ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർക്ക് ആ ഇമ്പോസിബിളായ കാര്യം കിട്ടിയിട്ടുണ്ട് എന്ന് ചരിത്രം. ഉദാഹരണത്തിന് കെ കരുണാകരൻ സാറ് കോൺഗ്രസ് പാർട്ടി പിളർന്ന് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയും പിന്നീട് 2 തവണ മുഖ്യമന്ത്രിയായി വരികയും ഒക്കെ ചെയ്തു. അതിൽ 1993 അദ്ദേഹം ആ ക്ഷേത്രം
ഒരു നാഷണൽ ട്രസ്റ്റാക്കാൻ ആഗ്രഹിക്കുകയും എന്നെ PTC പ്രിൻസിപ്പളായി എന്നോട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരാൻ മധുസൂദൻ സാർ ആവശ്യപ്പെട്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ചരിത്രം, അതിന്റെ പ്രാധാന്യമൊക്കെ എനിക്കൊന്ന് എഴുതരാൻ പറഞ്ഞു. ഞാൻ അമ്പരം പോയി. ഞാനൊരു ക്രിസ്ത്യാനി, ഞാൻ കണ്ണൂർക്കാരനുമല്ല. അവിടെയുള്ള ഏതെങ്കിലും ഒരു പ്രാമാണികനായ പൂജാരിയോടോ മറ്റോ ആവശ്യപ്പെടുന്നതിന് പകരം എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോ അദ്ദേഹം പറഞ്ഞു, താൻ ആ ക്ഷേത്രത്തെ പറ്റി ഒരു പ്രസംഗം ചെയ്തവരോ എന്റെ താളുകളൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു 6 പേജുള്ള ഒരു നോട്ട് ഉണ്ടാക്കി. കാര്യം കേന്ദ്ര ഗവൺമെന്റ് അയച്ചു കൊടുക്കാനാണ് എന്നോട് പറഞ്ഞിരുന്നത്. അതിന്റെ ഹിസ്റ്ററി, ഐഡലിന്റെ പ്രത്യേകത, അതിന്റെ മൃദംഗശൈലിയിൽ ഓരോ പേരും വരാനുള്ള കാരണം, അത് ഇവിടുത്തെ ദേവതയും സംഗീതവുമായിട്ടുള്ള ബന്ധം, അതെങ്ങനെയാണ് ഇമ്പോസിബിൾസിന്റെ ഗോഡസ് ആവുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വിശദമായ കാര്യങ്ങൾ പറഞ്ഞൊരു നോട്ട് കൊടുത്തു. അങ്ങനെ കർണാടക സാർ അത് ഡൽഹിക്ക് അയച്ചു കൊടുക്കുകയും മൃദംഗശൈലേശ്വരി ക്ഷേത്രം ഒരു നാഷണലൈസ്ഡ് ടെമ്പിളായി കേന്ദ്ര ഗവൺമെന്റ് കൺട്രോളിലാക്കുകയും ചെയ്തു. പഴശ്ശിരാജാവിന്റെ രാജകുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾക്ക് എത്രയോ ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്തു എന്നാണ് ഞാൻ അറിയുന്നത്. ശരിയാണോ തെറ്റാന്ന് വെരിഫൈ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തെ പോലെ ക്ഷേത്രത്തെ ഒരു നാഷണൽ സ്റ്റാറ്റസിലേക്ക് ഉയർത്തുന്നതിന് എളിയവനായി എനിക്കൊരു ചെറിയ പങ്കുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. പിന്നീട് ജയറാം പടിക്കൽ സാറും മധുസൂദൻ സാറും രാജൻ കേസിൽപ്പെട്ട് സസ്പെൻഷനായി. 4 വർഷത്തിലേറെ അവർ സസ്പെൻഷനിലായിരുന്നു. അവസാനം രണ്ടുപേരും വന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ശയന പ്രദക്ഷിണം നടത്തുകയും അവസാനം രണ്ടുപേരും സർവീസിൽ തിരിച്ചു വരികയും രണ്ടുപേരും കേരളത്തിലെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആവുകയും ചെയ്ത് റിട്ടയർ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇത് രണ്ട് ഞാൻ പോലീസിൽ നിന്ന് 2 ഉദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഈ സെന്റ് ജൂഡിൽ കത്തോലിക്കരുടെ വിശ്വാസം പോലെ ഇമ്പോസിബിൾസ് ആയ കാര്യങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ആളുകൾ വരുന്ന ഒരു ടെമ്പിളാണ്. ആ ടെമ്പിള് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുന്നത് വളരെ നല്ലതാണ്. മെയിൻ റോഡിൽ നിന്നൊരു 45 മീറ്റർ സ്ഥലം വയലിൽ കൂടെ ക്രോസ് ചെയ്ത് അവിടെ എത്താൻ പറ്റുള്ളൂ. വളരെ ഭംഗിയായ അതിന്റെ ആർക്കിയോളജിക്കൽ കൺസ്ട്രക്ഷനൊക്കെ അത്ഭുതകരമായ ഒരു കൺസ്ട്രക്ഷനാണ്.